കോതമംഗലത്തെ ജനകീയ എം.എൽ.എ ആയി മാറിയിരിക്കുകയാണ് ആന്റണി ജോൺ. ഇത്തവണ ഹാട്രിക്കാണ് ലക്ഷ്യം. എത്രത്തോളം ആത്മവിശ്വാസം ആ വാക്കുകളിലുണ്ടെന്ന് നമുക്ക് നേരിട്ടറിയാം. എന്തായാലും വോട്ടർമാരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്തവണത്തെ ഒരു വിജയസാധ്യത എങ്ങനെയായിരിക്കും, എത്രത്തോളം ഉണ്ട്? തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥി എന്നുള്ളതിൽ വ്യക്തിപരം പറഞ്ഞാൽ ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും അനുഭാവികളുമെല്ലാം. കോതമംഗലം മണ്ഡലത്തിൽ 2016 എനിക്ക് എം.എൽ.എ ആയി പ്രവർത്തിക്കാൻ കോതമംഗലത്തെ ജനങ്ങൾ അവസരം നൽകിയത്. ആ വേളയിൽ അന്ന് എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഞാൻ പ്രത്യേകമായി പറഞ്ഞിരുന്നത്, എൻ്റെ കരുത്തും എൻ്റെ യൗവനവും എൻ്റെ ജീവിതവും ഞാൻ ഈ നാടിനായി സമർപ്പിക്കുമെന്നാണ്. ഞാൻ അന്ന് പറഞ്ഞത് പരമാവധി ഞാൻ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഇവിടെ കോതമംഗലത്തെ ജനങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ അവരോടൊപ്പം അടിയുറച്ച് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഒരു മൂന്നാം അംഗത്തിന് ഇറങ്ങുന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു തുടർച്ചയുണ്ടാകുമ്പോൾ ആളുകൾക്ക് ഈ ഭരണവിരുദ്ധ വികാരം കൂടി ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ മാധ്യമപ്രവർത്തക സുഹൃത്തുക്കൾ, നിങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ 8 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന കോതമംഗലം മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ ഒരു പ്രതികരണം നിങ്ങളെടുത്താൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ 2016 കോതമംഗലം നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കോതമംഗലത്തെ ജനങ്ങൾ എനിക്ക് സമ്മാനിച്ചത്. ആ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന 19,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് വിജയിച്ചത്. ആ ഭൂരിപക്ഷത്തെ മറികടക്കുന്ന ഒരു ഭൂരിപക്ഷമായിരിക്കും 2026 എന്നുള്ളത് എനിക്ക് ഒരു സംശയവുമില്ല. കോതമംഗലത്തെ ഒരാൾക്കും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം ആന്റണി ജോൺ വരുത്തിയിട്ടില്ല. ആ തികഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഒരു മൂന്നാം അംഗത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ എന്നെ ഒരു മനസ്സിന് അല്പം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചതാണ് വേദിയിൽ. കോതമംഗലത്ത് വികസനവും ക്ഷേമവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വോട്ട് പിടിക്കുന്നത്. ഇപ്പോൾ എതിർചേരിയിൽ നിന്നും ഉണ്ടാകുന്ന ചില പ്രവണതകൾ, അത് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ ഞാൻ ആരെയും വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയെയും അധിക്ഷേപിക്കാൻ ആന്റണി ജോൺ എന്നുള്ള നിലയിൽ, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഞാൻ വ്യാപകമായി പ്രചരിക്കുന്നു, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോതമംഗലം സ്വദേശി കൂടിയാണ്. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ട്. എല്ലാ സമയത്തും ഇടം വലം നടക്കുന്നൊരു വ്യക്തിയാണ്. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വരുവാണ്, ആന്റണി ജോണിൻ്റെ പിതാവിന് പലിശയ്ക്ക് പണം കൊടുക്കുന്ന പണിയാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. എൻ്റെ കുടുംബം ഒരു തികഞ്ഞ കർഷക കുടുംബമാണ്. എൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് കോതമംഗലത്തെ പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. ഒരു തികഞ്ഞ കർഷക കുടുംബം എന്നുള്ള നിലയിൽ പാടത്തും പറമ്പിലുമൊക്കെ എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ടാണ് എൻ്റെ പിതാവ് എൻ്റെ കുടുംബം പോറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആരാണ് കോതമംഗലത്ത് വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നതെന്നൊക്കെ കോതമംഗലത്തെ പൊതുസമൂഹത്തിന് നന്നായി അറിയാം. അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെന്നെക്കൊണ്ട് പറയിക്കുന്നതാണ്. പക്ഷേ ഈ വികസന നേട്ടങ്ങൾക്കൊപ്പം കോതമംഗലത്തെ ജനങ്ങളുടെ ഒരു ആശങ്കയാണ് വന്യമൃഗശല്യം. അത് കേന്ദ്ര നിയമത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി രാവിലെയും പറയുകയുണ്ടായി. പക്ഷേ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും ജനങ്ങൾ ആശങ്കയിലാണ് പലപ്പോഴും കഴിയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗോൾ. തീർച്ചയായിട്ടും അത് ജനങ്ങൾ ആശങ്കയിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഈ 10 വർഷക്കാലത്തെ ഇപ്പോൾ നിയമസഭാ രേഖകൾ പരിശോധിക്കാമല്ലോ, ആർക്കും നോക്കി മനസ്സിലാക്കാവുന്നതല്ലേ. 10 വർഷക്കാലം നിയമസഭയ്ക്കകത്ത് MLA എന്നുള്ള നിലയിൽ ഞാൻ ചോദ്യങ്ങളായും സബ്മിഷനുകളായും ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിട്ടുള്ള വിഷയം കോതമംഗലം മണ്ഡലത്തിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് സർക്കാർ തലത്തിൽ നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ, യോഗങ്ങൾ, അങ്ങനെ നിരവധി ഇടപെടൽ നടത്തി. അതോടൊപ്പം തന്നെയാണ് ഒരു കാലത്തും ഈ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാത്ത നിലയിലുള്ള വലിയ തുക സർക്കാർ പ്ലാൻ ഫണ്ട് എന്നുള്ള നിലയിലും വിവിധ ഏജൻസികളുടെ ഫണ്ട് എന്നുള്ള നിലയിലും, അതോടൊപ്പം തന്നെ MLA ഫണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാൻ, ഇവിടെ ട്രെഞ്ചിൻ്റെ നിർമ്മാണം ആദ്യമായിട്ടാണ് ഉരുളൻതണ്ണി പിണൂർക്കുടി മേഖലയിൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോൾ ഉണ്ടായതല്ല വന്യമൃഗം, ഈ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവിടെ കിലോമീറ്ററുകളോളം ട്രെഞ്ച് നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ 5 പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള പ്രവർത്തികൾ നമ്മൾ പൂർത്തീകരിച്ചു. അതോടൊപ്പം പ്രത്യേകമായ ഒരു കാര്യം പറയേണ്ടത്, മണ്ഡലത്തിൽ ഇതുവരെ കോതമംഗലം മണ്ഡലം രൂപീകൃതമായതിനു ശേഷം മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിന് വേണ്ടി MLA ഫണ്ടിൽ നിന്നും തുക നീക്കിവെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫെൻസിങ്ങിന് ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പലപ്പോഴും പല മേഖലയിലും കണ്ടുവരുന്നത് വനം വകുപ്പിനും RRTക്ക് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ വേഗത്തിലെത്തുന്നതിന് പലപ്പോഴും വാഹനങ്ങളുടെ ഒരു അപര്യാപ്തത അവർ തന്നെ നമ്മോട് ചൂണ്ടിക്കാണിച്ചിരുന്നു. ആ വനം വകുപ്പിന് ആവശ്യമായ വാഹനങ്ങൾ, അവരാവശ്യപ്പെട്ട നിലയിലുള്ള വാഹനങ്ങൾ
MLA ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ കോതമംഗലത്ത് അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപകമായി ഈ പലപ്പോഴും വെളിച്ച സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും രാത്രി കാലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ 5 പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ കോതമംഗലത്ത് നടപ്പിലാക്കിയിട്ടുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ആവശ്യത്തിന് വെളിച്ച സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആരെങ്കിലും ഇപ്പോൾ കേന്ദ്ര നിയമമാണ് യഥാർത്ഥ പ്രശ്നമെന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സമീപനമല്ല. 10 വർഷക്കാലവും നമ്മൾ ആ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്യാവുന്ന പരമാവധി ഇടപെടൽ ഈ ഒരു പ്രശ്നത്തെ മാക്സിമം പ്രതിരോധിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട. അതിനുവേണ്ടി ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടർന്നും അത് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഇത്തവണ ഭൂരിപക്ഷം ഒന്ന് പ്രവചിക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്രത്തോളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രവചിച്ചല്ലോ, 2016 19,282 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഞാൻ വിജയിച്ചത്. അതിന് മുകളിലുള്ളൊരു ഭൂരിപക്ഷമാണ്, അത് എത്രയും ആവാം. എന്തായാലും 3ാം പിണറായി സർക്കാരിന് പ്രതീക്ഷിക്കുമ്പോൾ 3ാം ആന്റണി ജോണിൻ്റെ ഒരു ടേം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. അതിനുള്ള കാര്യങ്ങളെല്ലാം താൻ മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. എന്തായാലും വിജയപ്രതീക്ഷയായി നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം ക്യാമറമാൻ പി ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കോതമംഗലം.